ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗായ്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കോപ്പ ഡെൽറയിൽ നടന്ന അത്ലറ്റിക്കോ മാഡ്രിഡ് വേഴ്സ് മെൽബൺ ആ മത്സരത്തെക്കുറിച്ചിട്ടുള്ള റിവ്യൂ ആണ് ഗായ്സ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത്ലറ്റിക്കോ മാഡ്രിഡ് വേഴ്സ് മെൽബൺ ആ മത്സരം 1-0 എന്ന ഗോൾ സ്കോറിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് വിജയം കരസ്ഥമാക്കിയിരിക്കുന്നു. പക്ഷേ ഈ ഒരു മത്സരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം വെൽ കൺട്രോൾഡ് ആയിട്ട് കളിക്കുന്നതായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. നോർമലി അത്ലറ്റിക്കോൻ്റെ ആ ഒരു മാച്ച് നമ്മൾ കാണുന്ന സമയത്ത് നല്ല രീതിയിലെ പ്രഷറും ഒരു അഗ്രസീവ്നെസ്സും, അത് ചാമ്പ്യൻസ് ലീഗിലേക്ക് നോക്കുന്ന സമയത്തായാലും ലീഗിലായാലും ആ ഒരു അഗ്രസീവായിട്ടുള്ള ഒരു പെർഫോമൻസ് ഒന്നും കാണാൻ വേണ്ടി സാധിച്ചില്ല. എനിക്ക് തോന്നുന്നു ഇപ്പോൾ നോർമലി ലാ ലീഗയിൽ ടൈറ്റിൽ റേസിലാണ്, ഇനി ചാമ്പ്യൻസ് ലീഗ് പോലത്തെ വലിയ വലിയ മാച്ചസ് വരാൻ കിടക്കുന്നത് കൊണ്ടായിരിക്കാം ഇഞ്ചറി വരണ്ട എന്നുള്ളൊരു തോട്ട്സ് കൊണ്ടായിരിക്കാം അങ്ങനെ കൺട്രോൾഡായി കളിച്ചത് എന്ന് തോന്നുന്നു. എന്നാലും ആ ഒരു ടാക്ടിക്സ് വർക്കായി എന്ന് പറയും. പക്ഷേ ഒരു ലക്കിൻ്റെ ഫാക്ടർ കൂടി ഈ സീസണിൽ വെച്ച് നോക്കുന്ന സമയത്ത് അത്ലറ്റിക്കോ മാഡ്രിഡ് നല്ല രീതിയിൽ ഒരുപാട് ലക്ക് മൂമെൻറ്റ്സ് കാണാൻ വേണ്ടി സാധിച്ചതാണ്. ഇപ്പോൾ ബാഴ്സലോണയുടെ ആ മാച്ചസിലായാലും അതിനു മുന്നേ അവസാന നിമിഷത്തിന് ഗോൾ സ്കോർ ചെയ്തത് വിൻ ചെയ്യുന്ന ഒരുപാട് മാച്ചസ് ഈ ഒരു സീസൺ സംബന്ധിച്ചിടത്തോളം അത്ലറ്റിക്കോ മാഡ്രിഡ് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. പക്ഷേ അത് കഴിഞ്ഞ സീസണായാലും അതിൻ്റെ മുന്നേ ഉള്ള സീസണായാലും വളരെ ഡൗൺ ആയിരുന്നു. അത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരുന്നു അത്ലറ്റിക്കോ മാഡ്രിഡിനെ സംബന്ധിച്ചോളം കണ്ടുവന്നിട്ടുള്ളത്. എന്തായാലും സിമിയോണയുടെ ആ ഒരു ടാക്ടിക്സ് വർക്കായി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത്യാവശ്യം മച്ച് ബെറ്ററായിട്ട് പ്ലേ ചെയ്ത് എനിക്ക് വേണമെങ്കിൽ ഗ്രീസ്മാൻ അതുപോലെ റൈറ്റ് ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന നൊഹൈൽ മൊളീന കുറച്ചുകൂടി ഒരു ആവറേജ് പെർഫോമൻസ് ആയിട്ട് ഈ ഒരു രണ്ട് പ്ലെയറിനെ എനിക്ക് എടുത്ത് പറയാൻ വേണ്ടിയിട്ട്, മൊത്തത്തിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു രണ്ട് പ്ലെയറിനെയാണ് എനിക്ക് എടുത്ത് പറയാൻ വേണ്ടി തോന്നിയത്. അപ്പോൾ ഏതായാലും നിങ്ങളുടെ അഭിപ്രായം എന്തൊക്കെയാണെന്ന് വെച്ചാൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.